കാരണം ഇത്രയ്ക്ക് മൂല്യമുണ്ട് ഈ ഒരു ഡിഗ്രി ക്ലാസ്സിന്. കാരണം എന്താ പറയുക, എത്രയോ സിനിമകൾ ഈ ഒരു ഒറ്റ കാലത്ത് നമുക്ക് കാണാൻ പറ്റുമെന്ന് പറയുന്നത് എളുപ്പമല്ല. അതിനുവേണ്ടി ഫസ്റ്റ് ഡെലിഗേറ്റ് ആയിട്ട് എന്നെ തിരഞ്ഞെടുത്ത ചലച്ചിത്ര അക്കാദമിക്കും ഓൾ ടീമിനും പ്രത്യേകിച്ച് രഞ്ജിതായിട്ടും ഒരുപാട് താങ്ക്സ്. എനിക്ക് അധികം അങ്ങനെ സംസാരിക്കാൻ അറിയില്ല, എങ്കിലും ഇവിടെ ക്ഷണിച്ചത് രണ്ടാമത്തെ വട്ടമാണ്. ഇതിന് മുന്നേ വന്നത് കേരള സ്റ്റേറ്റ് അവാർഡ് വാങ്ങാനായിട്ടായിരുന്നു, അതും ചലച്ചിത്ര അക്കാദമി വഴി. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. Shri Prem Kumar, Secretary Shri C. Ajoy, Executive Board Angam Shri Prakash Sridhar, Delegate Committee Chairman Shri K.G. Mohan Kumar, Festival Deputy Director Shri H. Shaji. ഏറ്റവും ബഹുമാനിയായ ചടങ്ങിൻ്റെ അധ്യക്ഷൻ വലിയ സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, ബന്ധപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമുക്ക് ഏവർക്കും അഭിമാനത്തോടുകൂടി നമ്മുടെ കേരളത്തിനോട് പറയാൻ കഴിയുന്ന, സാംസ്കാരിക മേഖലയ്ക്ക് ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പരിപാടിയാണ് 28ാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേള നമ്മുടെ തലസ്ഥാന നഗരത്തിൽ ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഡെലിഗേറ്റ്സിൻ്റെയും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളുമൊക്കെ വളരെ മുൻകൂട്ടി തന്നെ നമ്മൾ ആലോചിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയുമാണ് ചെയ്തത്. ഡെലിഗേറ്റ്സിൻ്റെ ഉദ്ഘാടനം അതിനെ നിർവഹിച്ചതായി അറിയിക്കുന്നു. നമുക്ക് എവർക്കും അറിയുന്നത് പോലെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ചലച്ചിത്ര അക്കാദമിയാണ് IFFK അന്താരാഷ്ട്ര ചലച്ചിത്ര മേള ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഏറ്റവും അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയുന്നത്, ഇവിടെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയും ചെയർമാനും ഒക്കെ സംസാരിക്കുന്ന സമയം ഇതിന് ഏറ്റവും വലിയ മുന്നേറ്റം, ഏറ്റവും വലിയ അംഗീകാരം നമുക്ക് ലഭിക്കുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഒരുപാട് ഡെലിഗേറ്റുകൾ ഇതിന്റെ ഭാഗമാകുക. അതുമാത്രമല്ല, ആ ഡെലിഗേറ്റിനെ അവര് പൂർണ്ണ തൃപ്തിയോടുകൂടി ഈ മേളയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നതാണ് ഏറ്റവും വലിയ പിന്തുണ, ഏറ്റവും വലിയ മുന്നേറ്റം നമുക്ക് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 5-10 വർഷമായിട്ട് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പുതിയ തുടിപ്പുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ചലച്ചിത്രമാണ്. ഒരു സംശയമില്ല. അത്രയധികം നമ്മളുടെ യുവതലമുറയെ സ്വാധീനിക്കാൻ സാധിച്ചിട്ടുണ്ട്. സിനിമാ മേഖലയിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഫിലിം മേക്കേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, മറ്റ് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല ഈ വേദി, ഒരു പുതിയ ജനറേഷൻ, ഒരു പുതിയ തലമുറ കാണികളെ, അവരുടെ അഭിരുചിയെ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ സിനിമകൾ ഇറങ്ങുന്ന ഭാഷ മലയാളത്തിൻ്റെതായിട്ടുള്ളത്. അനവധിയായ പ്രേക്ഷകർ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഇന്ത്യയുടെ പല ഭാഗത്ത് എത്തിച്ചേരുന്നു. IFFK ലോക സിനിമ ഒരു ഫെസ്റ്റിവൽ കാലണ്ടറിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ശ്രീമതി ഗോൾഡയ്ക്ക് മാത്രം ഒരു അത്ഭുതം ഉണ്ടാവും. ഇത്രയധികം ജനങ്ങളുടെ ഒരു സാമീപ്യം അവർ ക്യാൻ ഫെസ്റ്റിവലൊന്നും കണ്ടു കാണാൻ വഴിയില്ല. ഈ വലിയ പ്രേക്ഷക പിന്തുണ, ഈ നഗരത്തിൻ്റെ പിന്തുണയാണ് വിജയത്തിനുള്ള ആധാരം. വലിയൊരു അധ്യക്ഷ പ്രസംഗത്തിനൊന്നും കാര്യമില്ല. ഒന്ന് തമാശയായിട്ട് എടുത്താൽ മതി. എവിടെയൊക്കെയോ ആരോ ഒരു പേപ്പറും പേനയും അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഇപ്പം തുറന്നു കാണും, കുറ്റങ്ങൾ, കുറവുകൾ കണ്ടുപിടിച്ച്. പക്ഷെ അതിനെ അതിജീവിക്കാൻ അക്കാദമിക്ക് കഴിയും. അക്കാദമി നിയന്ത്രിക്കുന്ന സാംസ്കാരിക വകുപ്പിന് കഴിയും. ഏറ്റവും പ്രധാനം ആർജവും അക്കാദമിക്ക് പൂർണ്ണ പിന്തുണയും സ്വാതന്ത്ര്യം നൽകുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ ഇരിക്കുന്ന കാലം മറ്റ് ചെറു കാറ്റുകൾക്ക് അക്കാദമി കാര്യമായി വില നൽകുന്നില്ല. ഈ 28ാം ഫെസ്റ്റിവൽ അവസാനിക്കുമ്പോൾ നല്ല സിനിമകൾ ഉണ്ടായിരുന്നു എന്നാണ് നിങ്ങളുടെ പക്ഷത്തിന് വരാവുന്ന ചോദ്യം. നിങ്ങളത് തൃപ്തിപ്പെടുത്തും എന്ന ഉത്തമ ബോധ്യം അക്കാദമിക്കുണ്ട്. നന്ദി, നമസ്കാരം. വഴി തന്നിരുന്നെങ്കിൽ കഴിഞ്ഞ
കഴിഞ്ഞ